പിടിച്ചോണ്ട് പോന്നു. എനിക്കറിയത്തില്ല, എന്നോട് പറഞ്ഞില്ല, എന്നോട് പറഞ്ഞിട്ടില്ല, എനിക്കറിയില്ല. എന്നെ പിടിച്ചോണ്ട് വന്നു. കേസ് എന്താണെന്നൊക്കെ പറയാമെന്ന് പറഞ്ഞു. അറസ്റ്റ് ചെയ്തു. ഞാൻ സ്ത്രീത്വം അപമാനിക്കത്തില്ല. തട്ടിപ്പുകാർക്കെതിരെയും അഴിമതിക്കെതിരെയും പോരാടും. പിണറായി തുലയട്ടെ. അഴിമതിയുടെ പീരൻ മകൾക്ക് വേണ്ടി തട്ടിപ്പ് നടത്തുന്ന മുഖ്യമന്ത്രി, അതിന് ഓശാന പിടിക്കുന്ന പോലീസുകാർ ഈ നാട് മുടിപ്പിക്കും. അവസാന ശ്വാസം വരെ പിണറായിയുടെ വിരുദ്ധീകരണത്തിനെതിരെ പോരാടും. എല്ലാം കേരള കേസ്. ഒരു കേസിൽ എന്നെ ജയിലിൽ അടച്ചിട്ടില്ല. വീണ്ടും ശക്തിയുടെ അവസരം കിട്ടിയില്ല. മർദ്ദിച്ചില്ല, പിടിച്ചോണ്ട് പോകുന്നു. പ്രായമായ അപ്പന്റെ അമ്മയുടെ മുമ്പിൽ ഇരുന്ന് ഭക്ഷണം കഴിച്ചപ്പോ എന്നെ പിടിച്ചോണ്ട് പോകുന്നു. അവരെന്നെ പിടിച്ചോണ്ട് പോകുന്നു. വരൂ, എന്നെ ആരെ വിളിക്കാൻ സമ്മതിച്ചില്ല. അപ്പൊ വീണ്ടും ജനാധിപത്യം സംരക്ഷിക്കാൻ ഞാൻ ജയിലിലേക്ക് പോകുന്നു. സിന്ദാബാദ് പിണറായി സന്ദ്രയട്ടെ. കഴിഞ്ഞ ദിവസമായിരുന്നു മറുനാടനെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഒരു സ്ത്രീക്കെതിരെ മോശമായിട്ടുള്ള രീതിയിൽ പരാമർശം നടത്തിയെന്നുള്ള പേരിലായിരുന്നു സാജനെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആ ഒരു സമയത്ത്, അറസ്റ്റ് ചെയ്യുന്ന സമയത്താണ് ഈ ഒരു നിങ്ങൾ ആദ്യമേ കണ്ട വീഡിയോസ് കണ്ടിട്ടുണ്ടായിരുന്നത്. ആ ഒരു മാധ്യമങ്ങളോട് എന്താണ് കാര്യമൊന്നും പറയുന്നില്ല, പിടിച്ചുകൊണ്ട് പോവുകയാണെന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ വെച്ച് ഭയങ്കരമായിട്ടുള്ള ഒരു രീതിയിൽ സംസാരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിന് ശേഷം പുള്ളിക്കാരൻ ഇന്നലെ തന്നെ ജാമ്യത്തിൽ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ജാമ്യത്തിൽ ഇറങ്ങിയതിന് ശേഷം മീഡിയാസിനോട് എന്താണ് കാര്യമെന്ന് പറയുന്നുണ്ടായിരുന്നു. ആ ഒരു വീഡിയോ ഒന്ന് കണ്ടു നോക്കൂ. ഇതിൻ്റെ അകത്ത് വിജയത്തിൻ്റെയോ തോൽവിയുടെയോ ഒന്നും പ്രശ്നമില്ല. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തിനോ വേണ്ടി സർക്കാർ ഇപ്പോഴും എന്നെ വേട്ടയാടുന്നു. അപ്പോൾ എന്നെ പോലീസ് വന്ന് അവിടെ ഒന്ന് അറസ്റ്റ് ചെയ്യുമ്പോൾ, അതായത് ഞാൻ എൻ്റെ അപ്പനും അമ്മയ്ക്ക് 90 വയസ്സേ അപ്പനും അമ്മയാണ്. അവരുടെ വലിയൊരു ആഗ്രഹമായിരുന്നു എൻ്റെ കൂടെ 10 ദിവസം താമസിക്കുക. അപ്പനുള്ള ആരോഗ്യമില്ല. പക്ഷെ അമ്മയുടെ ആഗ്രഹം കാരണം ഞാൻ അവരെയും കൊണ്ട് 2 ദിവസം വീട്ടിൽ താമസിച്ച് പതിയെ വണ്ടി ഓടിച്ച് ഞാനിവിടെ എത്തി. വരുന്ന വഴിക്ക് തന്നെ എനിക്ക് സംശയം തോന്നിയിരുന്നു ആരോ എന്നെ പിന്തുടരുന്നെന്ന്. ഞാൻ അതിന് വേണ്ടിക്ക് ഇടയ്ക്ക് ഞാൻ ആയൂര് വന്നപ്പം ഒരു വഴി തിരിച്ചു പോയി. ഞാൻ ഒരിടത്ത് പോയി 1 അരമണിക്കൂർ റെസ്റ്റ് എടുക്കുകയെന്ന് പറഞ്ഞ് തിരിച്ചു വന്നു. അപ്പോൾ എൻ്റെ സംശയം സ്ഥിരീകരിച്ചു. കാരണം പിന്നാലെ ആ വണ്ടിയുടെ അംശം ഞാൻ കണ്ടു. ഞാൻ തിരുവനന്തപുരത്ത് വന്നു. ഞാൻ എൻ്റെ വീട്ടിൽ കയറി, ഞാനൊന്ന് കുളിച്ച് കഴിഞ്ഞ് അമ്മയ്ക്കും അപ്പനും ഭക്ഷണം പ്രത്യേകിച്ച് മരുന്ന് കൊടുക്കേണ്ട, മരുന്ന് എടുത്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്കാണ് ഇവർ വന്ന് തട്ടുന്നത്. ഒരു സംഘം വന്നു, ഗുണ്ടകൾ കയറുന്ന പോലെ അകത്തോട്ട് കയറിയിട്ട് പറഞ്ഞു, ഞങ്ങൾ ഒരു ക്രൈം നമ്പർ പറഞ്ഞു, ഈ ക്രൈം നമ്പറിലെ പ്രതിയാണ് നിങ്ങൾ, ഞങ്ങൾ അറസ്റ്റ് ചെയ്യാൻ വന്നാണ്, സഹകരിക്കണമെന്ന് പറഞ്ഞു. ഞാൻ ഉടുപ്പ് പോലും ഇട്ടിട്ടില്ല. അത് ഉടുപ്പൊന്നും സാരമില്ല, ഞങ്ങൾ ഉടുപ്പ് മേടിച്ചു തരാം. ഞാൻ പറഞ്ഞു എനിക്ക് ആരെങ്കിലും അറിയിക്കണം. അതൊന്നും പറ്റത്തില്ല. മൊബൈൽ ഫോണും അപ്പം തന്നെ മേടിച്ചു. എന്നോട് പറഞ്ഞ് പറ്റത്തില്ല, സംസാരിക്കാൻ പറ്റത്തില്ല എന്ന് എന്നെ കൂട്ടിക്കൊണ്ട് പോയി. അത് കഴിഞ്ഞിട്ട് ശരിയാണ്, എന്നോട് പോലീസ് മോശമായിട്ടൊന്നും പെരുമാറിയിട്ടില്ല. വഴിയിൽ കയറിയപ്പോൾ ഒരു ഷർട്ട്, ഒരു വലിയൊരു അടിപൊളി ഷർട്ടൊക്കെ മേടിച്ചു. ഞാൻ പറഞ്ഞു പറ്റത്തില്ല, എൻ്റെ ഷർട്ട് ഞാൻ ഇടുന്നത് ആ ഷർട്ടല്ല, നിങ്ങൾ മേടിക്കുന്ന ഷർട്ട് ഞാൻ ഇടത്തില്ല, എൻ്റെ ഷർട്ട് ഇടാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഇവിടെ വരുന്നു. പോലീസ് സ്റ്റേഷനിൽ പോയി എന്നോട് ഇതുവരെ പറഞ്ഞിട്ടില്ല ക്രൈം എന്താണെന്ന്. ഞാൻ പോലീസ് സ്റ്റേഷനിൽ ചെന്നു. എന്നോട് പോലീസ് സ്റ്റേഷനൊക്കെ വളരെ മാന്യമായിരുന്നു. ഞാൻ അവിടെ ഇരുന്നു. അവരതിന് ശേഷം എന്നെക്കൊണ്ട് എന്താണ് അറസ്റ്റിൻ്റെ എല്ലാം ഒപ്പിടിപ്പിച്ചു. അതിനകത്ത് കുറേ സെക്ഷൻസ്, എനിക്ക് ഇപ്പോഴത്തെ പഴയ സെക്ഷൻ ആയതുകൊണ്ട് എനിക്ക് പഴയത് അറിയത്തില്ല, പുതിയത്. ഇപ്പം എന്തായാലും IT 67 ഉണ്ടെന്ന് കണ്ടു. 67 എന്ന് പറയുന്നത് ഈ അശ്ലീല സംപ്രേഷണം. ഞാൻ അങ്ങനെ ഒരു സാധനം ആരെക്കുറിച്ച് നടത്തിയിട്ടില്ല. അപ്പോൾ ആരാണ് പരാതിക്കാരെന്ന് എന്നോട് പറഞ്ഞിട്ടില്ല. എന്താണ് കേസ് എനിക്കറിയത്തില്ല. അതാണ് എൻ്റെ വാസ്തവം. അങ്ങനെ എന്നെ അവിടുന്ന് നേരെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവന്നു. പോലീസുകാരൊക്കെ വളരെ നല്ല ഭംഗിയായിട്ടാണ്, മര്യാദയ്ക്കാണ് പെരുമാറിയത്. ഭക്ഷണം വേണോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു വേണ്ടാന്ന് പറഞ്ഞു. ഞാൻ പിന്നെ ഉടുപ്പിട്ടിട്ടില്ലാത്തതുകൊണ്ട് ഞാൻ നിലത്താണ് ഇരുന്നത്. അതിന് ഉടുപ്പിടാത്ത ആളിന് കസേര ഇരിക്കാനുള്ള യോഗ്യതയില്ലെന്ന് തോന്നി ഞാൻ നിലത്താണ് ഇരുന്നത്. അവർ അവിടെ തന്നെ കുറേ നേരം ഇരുന്നു. ആ തിരിച്ചു കൊണ്ടുവന്നപ്പോഴാണ് നിങ്ങൾ കാണുന്നത് ഇവിടെ പോലീസ് സ്റ്റേഷനിൽ വരുമ്പോഴാണ് നിങ്ങൾ കാണുന്നത്. ഈ പരാതിക്കാരിയെ താങ്കൾക്ക് അറിയാമോ? ഇപ്പോഴും ഞാൻ ഇവിടുന്ന് ചോദിച്ചു പരാതിക്കാരിയെക്കുറിച്ച്. എനിക്ക് മനസ്സിലാക്കിയത് ഈ ഷിഹാബ് ഷാ എന്ന് പറയുന്ന ദുബായ് കേന്ദ്രീകരിച്ച് ഒരു വലിയ തട്ടിപ്പ് നടന്ന ഒരാളുണ്ട്. ഇയാൾ ഇപ്പം കേരള പോലീസ് ലുക്കൗട്ട് നോട്ടീസുള്ളതാണ്. ദുബായിൽ അയാൾ ജയിലിലാണിപ്പോൾ. ഇയാൾ എന്തോ ഒരു കെൻസ വെൽനസ് സെൻ്റർ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിരവധി ആളുകളെ തട്ടിപ്പ് നടത്തിയിട്ടുള്ള ആളാണ്. ഇയാൾക്കെതിരെ വാർത്ത. അപ്പോൾ ഇയാളുടെ തട്ടിപ്പിന് കൂട്ടാളിയാണ്, ഇയാളുടെ തട്ടിപ്പ് സ്ഥാപനത്തിൻ്റെ ജനറൽ മാനേജറായ ഒരു സ്ത്രീയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ സ്ത്രീക്കെതിരെ പരാതിയുണ്ട്, അവർക്കെതിരെ തെളിവുകളുണ്ട്. അപ്പോൾ ആ സ്ത്രീയെക്കുറിച്ച് ഞാൻ പറഞ്ഞു, ആ സ്ത്രീയാണെന്ന് എനിക്ക് തോന്നുന്നു. ഒരു പേര് പറഞ്ഞിട്ട് എൻ്റെ ഓർമ്മയിൽ വരുന്നത് ആ സ്ത്രീ ആയിരിക്കണം, അല്ലാതെ ഞാൻ ആ സ്ത്രീയെ കണ്ടിട്ടില്ല. ആ തട്ടിപ്പിനെ കുറിച്ച് വാർത്ത കൊടുത്തപ്പോൾ ആ സ്ത്രീയെക്കുറിച്ചും കൊടുത്തിട്ടുണ്ട്. അവർ പറഞ്ഞ പേര് കേട്ടപ്പോൾ ആ സ്ത്രീയാണ്. എനിക്ക് നോക്കാനുള്ള സമയം കിട്ടില്ല. ഞാൻ മനസ്സിലാക്കുന്നു ഷിഹാബ് ഷായുടെ കൂട്ടാളിയായ ഒരു സ്ത്രീ, ആ സ്ത്രീയുടെ പേരാണെന്ന് തോന്നുന്നു. ഷാനി, ഇത് ആദ്യമായിട്ടല്ല താങ്കൾക്കെതിരെ ഇത്തരത്തിലുള്ള കേസുകൾ, അപകീർത്തി പരാമർശം നടത്തുന്നുള്ള കേസ്, നിരവധി കേസുകളുണ്ട്. ജാമ്യം ലഭിച്ചു എന്നുള്ളത് ശരിയാണ്. ഇതൊരു രാഷ്ട്രീയ പ്രേരിതം മാത്രമാണെന്ന് മനസ്സിലാക്കാമോ? തീർച്ചയായിട്ടും. കാരണം ഇത് സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം മുഖ്യമന്ത്രിക്കെതിരെയും അദ്ദേഹത്തിൻ്റെ മകൾക്കെതിരെയും ദുബായ് കേന്ദ്രീകരിച്ച് മാഫിയ പ്രവർത്തനം നടത്തുന്ന മകനെതിരെയും ഒക്കെ ധാരാളം വാർത്ത കൊടുക്കുന്നുണ്ട്. അത് നിങ്ങൾ മാധ്യമപ്രവർത്തകർ ചെയ്യുന്നെങ്കിൽ അഗ്രസീവായിട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങളൊക്കെ ചെയ്യുന്ന, നിങ്ങൾ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിലും എന്നെ പോലെ അഗ്രസീവ് അല്ല. അതുകൊണ്ട്
മുഖ്യമന്ത്രിക്ക് വലിയ വിഷമമുണ്ട്. പ്രത്യേകിച്ച് ഈ തട്ടിപ്പും വെട്ടിപ്പും. ഇപ്പോൾ ഈ മാസപ്പടി കേസൊക്കെ വന്നപ്പോഴത്തേക്കും 2 ദിവസം ജയിലിൽ കിടക്കുവാണെങ്കിൽ രക്ഷപ്പെടാമല്ലോ എന്ന് കരുതിയാണ് അത് ചെയ്യുന്നത് ഞാൻ കരുതുന്നു. മജിസ്ട്രേറ്റ് ഉപാധികൾ വെച്ചിട്ടുണ്ടോ ജാമ്യത്തിൽ? അറിയില്ല, ഉപാധികൾ ഇതുവരെ വന്നിട്ടില്ല. ഇപ്പോൾ മെസ്സേജ് തന്നിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും പ്രതി, അതുകൊണ്ടാണ് ഞാൻ കൂടുതലൊന്നും ഇരയുടെ പേര് പോലും പറയാത്തത്. കാരണം ഇരയെക്കുറിച്ച് പറയാൻ പാടില്ലെന്നായിരിക്കുമല്ലോ ഇത് വരാൻ പോകുന്നത്. എനിക്ക് ഒരു ഉപാധി ഉണ്ടാവും, പക്ഷേ ഉപാധി ഇപ്പോൾ തന്നിട്ടില്ല. നാളെ കോടതിയിലാണ് ഉപാധി തരാൻ പോകുന്നത്. കോടതിയിൽ ഹാജരാകാൻ പറഞ്ഞിട്ടുണ്ടോ? എന്നോട് ഹാജരാൻ പറഞ്ഞിട്ടില്ല. നാളെ കോടതി വിധി മുഖ്യമന്ത്രി തന്നെയാണോ ഇത് ഈ കേസിന്റെ പിന്നിൽ? അല്ല, എനിക്ക് അങ്ങനെ അറിയില്ല. പക്ഷേ മുഖ്യമന്ത്രിക്ക് ലഭിച്ച പരാതിയാണ്. എനിക്കതൊന്നിനെ കുറിച്ച് ഡീറ്റെയിൽസും അറിയത്തില്ല. മുഖ്യമന്ത്രി ആയിരിക്കും. കാരണം ഇപ്പം നിങ്ങൾ കണ്ടത് പുറത്തിറങ്ങിയതിന് ശേഷം മാധ്യമങ്ങളെ കണ്ട സാജൻ പറഞ്ഞ കാര്യങ്ങളാണ്. എന്തൊക്കെയാണ്, ആരാണ് കേസ് കൊടുത്തിരുന്നത്, അതുപോലെ തന്നെ ഗവൺമെൻറ് തന്നെ കണ്ട് പേടിക്കുന്നുണ്ടെന്ന് നിങ്ങൾ മീഡിയാസ് ചെറിയ രീതിയിൽ അഗ്രസീവായിട്ട് അവർക്കെതിരെ സംസാരിക്കാറുള്ളൂ. പക്ഷേ ഞാൻ അതിനേക്കാൾ നല്ല രീതിയിൽ സംസാരിക്കാറുണ്ട്. അതുകൊണ്ടാണ് എന്നെ ടാർഗറ്റ് ചെയ്യുന്നത്. കുറച്ച് ദിവസം ജയിലിൽ കിടന്നാലും അത് നിർത്തുമെന്ന് വിചാരിച്ചു, പക്ഷേ അതിന് സാധിച്ചില്ല. എൻ്റെ പേരിൽ കേസോ കാര്യങ്ങളോ ഒന്നുമില്ല. അതുപോലെ തന്നെ ഞാൻ എൻ്റെ അമ്മയുടെ കൂടെയൊക്കെ കുറച്ച് നേരം ടൈം സ്പെൻഡ് ചെയ്യാൻ വന്നതാണ്. ആ സമയത്താണ് എന്നെ പിടിച്ചുകൊണ്ട് വന്നത്. ഇത് പ്ലാനായിട്ടുള്ള കാര്യമാണ്. പക്ഷേ എന്നിട്ട് പോലും എന്നെ ഒന്നും ചെയ്യാനൊന്നും പറ്റിയില്ല. ഞാനുണ്ടെങ്കിൽ ഡ്രസ്സ് പോലും ഇട്ടില്ലായിരുന്നു. എന്നെ പിടിച്ചുകൊണ്ടാണ് വന്ന് കയറിയത്. ഞാൻ ഫുഡ് കഴിക്കാൻ, അമ്മ തന്ന ഫുഡ് കഴിക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുമായിരുന്നു എന്നുള്ള കാര്യമൊക്കെ പറയുന്നുണ്ട്. ഞാൻ എന്താ പറയുക, പോലീസ് എൻ്റെ അടുത്ത് ഭയങ്കര മോശമായിട്ട് ഒന്നും തന്നെ പെരുമാറിയില്ല. അവിടെ ചെന്നപ്പോഴും മോശമായിട്ട് ഒന്നും തന്നെ പെരുമാറിയില്ല. വണ്ടിക്കകത്ത് പോകുന്ന സമയത്ത് ഒരു ഷർട്ട് വാങ്ങിച്ച് തരാമെന്ന് പറഞ്ഞു. പക്ഷേ നിങ്ങൾ തരുന്ന ഷർട്ടൊന്നും ഞാൻ ഇടത്തില്ലെന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് എനിക്ക് വേറെ ഷർട്ടൊക്കെ വാങ്ങിച്ചു തന്നത്. അവിടെ ചെന്നതിന് ശേഷവും ഞാൻ ഷർട്ടൊന്നും ആ സമയത്ത് ഇടത്തുകൊണ്ട് താഴെ തന്നെ ഇരിക്കുവാണ്. എൻ്റെ പ്രതിഷേധം ഇങ്ങനെയാണ് എന്നുള്ളൊരു കാര്യം പറഞ്ഞു. അതുപോലെ തന്നെ ആരാണ് കേസ് കൊടുത്തതെന്നുള്ളൊരു കാര്യം പറഞ്ഞു. ഇതുപോലെ തന്നെ ഞാൻ മുമ്പ് ഒരെണ്ണത്തെ പറ്റിയ തട്ടിപ്പിനെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു തട്ടിപ്പിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു വ്യക്തിയാണ് എനിക്കെതിരെ കേസ് കൊടുത്തതെന്നുള്ളൊരു കാര്യമാണ് സാജൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇതുകൊണ്ടൊന്നും നിർത്തില്ല എന്നും സാജൻ പുറത്ത് പറയുന്നുണ്ടായിരുന്നു.